ഇനി CSFന്റെ കളറിനെ ബേസ് ചെയ്ത് നമുക്ക് ചില ഡയഗ്നോസിസുകൾ നടത്താൻ പറ്റും. CSFന്റെ നോർമൽ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പച്ച വെള്ളത്തിന്റെ കളറ്, അതിനപ്പുറം ഒന്നുമില്ല. നമ്മൾ പറയത്തില്ലേ കണ്ണീര് പോലുള്ള വെള്ളമാണ്. ആ കണ്ണീരിന്റെ കളറ്, കലക്ക വെള്ളമല്ല. അത് CSF പച്ച വെള്ളത്തിന്റെ കളറാണ്, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നോർമൽ അല്ലെങ്കിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് എന്നുള്ളതാണ്. നോർമൽ ആണത് അല്ല, ചില സാഹചര്യങ്ങളിൽ വൈറൽ മെനിഞ്ചൈറ്റിസിലും ഇത്തരത്തിലുള്ള സാഹചര്യം. രണ്ടാമത്തെ കേസ് ടർബിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? തൈര് പോലെ അല്ലെ, ഒരു വൈറ്റിഷ് കളർ. മുറിവൊക്കെ പഴുത്തിട്ട് പസ് വരുന്ന കണ്ടിട്ടില്ലേ? അത് വെള്ളവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഏത് കളറാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ടർബ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആ ഒരു ലെവലിൽ എത്തുമ്പോഴത്തേക്ക് CSF ആ കളറിലായി മാറും, പസ് കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. അതിനെയാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിനെയാണ്. ഇനി ഡാർക്ക് റെഡ് കളറാണ് എന്ന് കരുതുക. ഡാർക്ക് റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ ഹെഡ് ഇഞ്ചറി ഉണ്ടായതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സബ്അരക്നോയിഡ് ഹെമറേജ് ആണ് അവിടെ വില്ലൻ. സബ്അരക്നോയിഡ് ഹെമറേജ്, ഹെഡ് ഇഞ്ചറി ഉണ്ടാകുന്ന സമയത്ത് ചെറിയ ബ്ലീഡിങ് ഉണ്ടാവുകയും അത് ഈ ക്യാവിറ്റിയൊക്കെ നിറയുകയും ചെയ്യും. അത് അവിടെ ഇരിക്കും. അതുകൊണ്ട് അതൊരു ഡാർക്ക് റെഡ് കളറിലേക്ക്. ദെൻ ബ്രൈറ്റ് റെഡ് കളറാണ് വരുന്നതെങ്കിൽ അവർ ചെയ്തേക്കുന്ന ഓക്കെ പ്രതിഭ, നോ പ്രോബ്ലം. ആരെങ്കിലും ഇതേപോലെ ലീവ് ചെയ്യുമെന്ന് ജസ്റ്റ് ഒന്ന് പറയണേ, കാരണം നമുക്കൊരു ക്ലാസ്സിലാണെന്നുള്ള ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. കുഴപ്പമില്ല, നാളെ ഇത് കേട്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോ ബ്രൈറ്റ് റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ ട്രോമാറ്റിക് LP ആണ്. ഇവർ LP ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല, LP ചെയ്യാൻ പോയിട്ട് ഏതോ വെയിനെ അല്ലെങ്കിൽ ആർട്ടറിയെ ടച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ കളക്ട് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിലോ ബോട്ടിലോ ഇങ്ങനെ വെച്ചേക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊരു കോബ് വെബ് അപ്പിയറൻസിൽ കാണപ്പെടുന്നു. എന്താണ് ഈ കോബ് വെബ് അപ്പിയറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? കോബ് വെബ് അപ്പിയറൻസ് എന്ന് വെച്ചാൽ ചിലന്തി വല കെട്ടുന്ന പോലെ ഒരു വല ഫോം ചെയ്യുവാണെങ്കിൽ അതിനെയാണ് കോബ് വെബ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. കണ്ടുകൊള്ളുക, ഇതാണ്. അതൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് കളക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു കോബ് വെബ്, മുകളിൽ കാണുന്ന ഒരു വല പോലുള്ള ഒരു വല ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് സൂചിപ്പിക്കുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലെ എന്ന് പറയുന്ന ഏജന്റ് ആണ് ഇവിടെ മെനിഞ്ചൈറ്റിസിന് വേണ്ടി കാരണമായിരിക്കുന്നത്. ഓക്കെ, അപ്പോ